നമസ്കാരം. കൊല്ലം കുണ്ടറയിൽ നമ്മൾ പണി കഴിപ്പിച്ച 1258 സ്ക്വയർ ഫീറ്റ് ഉള്ള സിംഗിൾ ഫ്ലോറോട് കൂടിയ ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിറ്റ് ഔട്ട് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിയാൽ ഇവിടെ നമ്മൾ നാലിക്കരണ്ടിന്റെ ഒരു ഐവറി പാറ്റേണിലുള്ള ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ സ്റ്റെപ്പ് എല്ലാം വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് ആണ്. 8x4 സൈസിലുള്ള ഗ്രാനൈറ്റ് ആണ്. ഏകദേശം ഒരു ലെതർ ഫിനിഷ് ടൈപ്പ് ഉള്ള ഒരു ഗ്രാനൈറ്റ് ആണ് ആർട്ടിഫിഷ്യൽ. എന്നിട്ട് ഇതിൽ എഡ്ജ് മോൾഡിംഗ് ഒക്കെ ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ 3 സ്റ്റെപ്പിനും ഇതേ സെയിം ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ടൈൽസും ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ നമ്മളൊരു ഡിസൈൻ ഒക്കെ ഈ സൈഡിൽ കൊടുത്തിട്ട് ടോപ്പിൽ ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബ്ലാക്ക്, ഇതിലൊരു വൈറ്റ് സ്പോട്ടോട് കൂടിയ ഒരു ഗ്രാനൈറ്റ് ആണ്. രണ്ട് സൈഡിൽ എൽ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പില്ലറുകൾ കൊടുത്തു. ഇതിൽ നാച്ചുറൽ സ്റ്റോണിന്റെ ഒരു ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൽ ക്ലിയർ അടിച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ് പെയിന്റ്. അതുപോലെ ഇവിടെ എല്ലാം ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ ഫുള്ള് ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. അത് വേറൊരു പാറ്റേണിലുള്ള ടൈൽസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ എടുത്ത് പറയത്തക്ക ഒരു കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ വിൻഡോസ്, ഡോർസ് എല്ലാം ഇവിടെ സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സ്റ്റീൽ വിൻഡോസ് ആണ്. സ്റ്റീൽ വിൻഡോയിൽ ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് ആ ഒരു വുഡൻ ഫിനിഷിൽ പെയിന്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ റോഡും എല്ലാം സ്റ്റീൽ തന്നെയാണ്. എലിവേഷനിലെ ഭംഗിക്ക് വേണ്ടി ഇവിടെ ഒരു ഗ്രൂ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. ബ്രൗൺ ഐവറി ഫിനിഷിലുള്ള പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പില്ലറിൽ കൊടുത്തിരിക്കുന്ന ആ സ്റ്റോൺ ക്ലാഡിംഗ് തന്നെയാണ് ഈ സൈഡിലും ഈ എൽ ഷേപ്പിൽ മുകളിൽ വരെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രൂ കട്ടിംഗ് വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ട് എലിവേഷനിൽ ഭംഗിക്ക് വേണ്ടി അവിടെയും കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സ് ടൈപ്പ് എലിവേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ഒരു ഫിനിഷിങ് വരത്തക്ക രീതിയിലാണ് അതിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിസൈനിങ്ങും കൺസ്ട്രക്ഷനും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 2D 3D ഡിസൈൻ എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തത്. കൺസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള വർക്കാണ് നമ്മൾ ചെയ്തത്. ഇനി അകത്തുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. നമുക്ക് മെയിൻ ഡോറിലേക്ക് വന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതും സ്റ്റീൽ ഡോറാണ്. ഇത് ഫുൾ വിഡ്ത്തിലുള്ള ഒരു ഡബിൾ പാളി ആയിട്ടുള്ള സ്റ്റീൽ ഡോറാണ്. ഇത് ആ ഒരു ഫിനിഷിലുള്ള പെയിന്റിംഗ് ആണ്. ഒരു മാറ്റ് ഫിനിഷ് ബ്രൗൺ കളറിലുള്ള പെയിന്റ് ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ക്ലാഡിംഗ് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ചെക്ക് പാളി ഡിസൈനിലുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതും പ്ലെയിൻ ഗ്ലാസ് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന്റെ താഴെ ലുവർ ടൈപ്പിലുള്ള ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇതും സ്റ്റീൽ വിൻഡോ തന്നെയാണ്. നേരെ നമ്മൾ ലിവിംഗ് റൂമിലേക്കാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4x2 സൈസിലുള്ള ഫ്ലോർ ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു കാർവിൻ സീരീസിലുള്ള ഒരു ഡിസൈൻ ആണ്. ഒരു ഗ്രേയും അതുപോലെ ഒരു ഐവറി ഷെയ്ഡും കൂടെ ചേർന്നുള്ള ഒരു ഡിസൈൻ ആണ് 4x2 ടൈൽസ് ഇട്ടിരിക്കുന്നത്. ഫുള്ള് ത്രൂ ഔട്ട് റൂമുകൾ ഈ ലിവിംഗും ഡൈനിങ്ങും ചേർന്ന് ഫുള്ള് ഈ ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലിവിംഗ് സ്പേസിൽ ഒരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട് കോർണറായിട്ട്. മിനിമം രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് TV യൂണിറ്റിനുള്ള ഏരിയ ആണ്. ഇവിടേക്ക് വരികയാണെങ്കിൽ ഇത് ഡൈനിങ് ടേബിൾ ആണ്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിൾ ആണ്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ 2 സൈഡിലായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഈ ലിവിങ്ങിനോട് ചേർന്ന് ഇവിടെ ഒരു ബെഡ്റൂം, അതേപോലെ ഇവിടെ സെന്ററായിട്ട് വേറൊരു ബെഡ്റൂം, അതുപോലെ ഡൈനിങ്ങിന്റെ ബാക്കിലായിട്ടാണ് ഒരു ബെഡ്റൂം. അങ്ങനെ 3 ബെഡ്റൂമാണ് ഇതിൽ മൊത്തത്തിൽ വരുന്നത്. ഇനി നമുക്ക് ഓരോ ബെഡ്റൂമായിട്ട് നോക്കിയാൽ ഇവിടുന്ന് നേരെ ലിവിംഗ് റൂമിൽ നിന്ന് ചേർന്നാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ സ്റ്റീൽ ഡോർ തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത്. വേറൊരു പാറ്റേണിലുള്ള, പക്ഷെ പെയിന്റ് എല്ലാം ആ ഒരു ഫിനിഷിൽ തന്നെയാണ്. വേറൊരു പാറ്റേണിലുള്ള സ്റ്റീൽ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ടൈലിന്റെ സെയിം തന്നെയാണ്, പക്ഷെ ഇത് ഗ്ലോസി ടൈപ്പ് ആണ്. അവിടെ നമ്മൾ ലിവിംഗിൽ ഇട്ടിരിക്കുന്നത് മാറ്റ് ഫിനിഷിലുള്ള ടൈൽസ് ആയിരുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് ആണ്. 4x2 തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ എലിവേഷനിൽ കണ്ട വിൻഡോ ആണ്. 3 പാളിയുടെ തന്നെ വിൻഡോ, സ്റ്റീൽ വിൻഡോ ആണ്. ഇവിടുന്ന് നേരെ രണ്ടാമത്തെ ബെഡ്റൂം ആണ്. ഇതിന് നമുക്ക് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഇല്ല. ആ സെയിം തന്നെ സ്റ്റീൽ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു പാറ്റേൺ ആണ്, പക്ഷെ കളർ ടോണും ആ സെയിം തന്നെയാണ്. വേറൊരു പാറ്റേണിലുള്ള സ്റ്റീൽ ഡോർ ആണ്. പിന്നെ ഫ്ലോർ ടൈൽ സെയിം തന്നെയാണ്. 4x2 ആ ഗ്ലോസി ഫിനിഷിലുള്ള ടൈൽസ് തന്നെയാണ്. ഇവിടെ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബെഡ്റൂമിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ബേ വിൻഡോ കൊടുത്തു. ഇവിടെ അതിന്റെ ടോപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം രീതിയിലുള്ള ഒരു ബേ വിൻഡോ ആണ്. 3 പാളി വിൻഡോ. ഇത് സ്റ്റീൽ വിൻഡോ തന്നെയാണ്. ഇതിനോട് ചേർന്ന് ഇവിടെ ഒരു സ്ലാബ് നമ്മൾ ചെയ്തിട്ട് അതിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടാണ് ഈ ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 ബെഡ്റൂമിനോട് ചേർന്നാണ് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇവിടെ ഒരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് ഇവിടെ ഒരു മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതൊരു ലൂവർ കൊടുത്തിട്ടുണ്ട്. PVC ബോർഡാണ് ഈ ലൂവർ സൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്, പാനലിംഗ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പായിട്ട് അല്പം വലുപ്പത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് അതിൽ ടോപ്പിൽ വാഷ് ബേസിൻ കൊടുത്തത്. ബ്ലാക്ക് കളർ തന്നെയാണ് വാഷ് ബേസിനും കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റും കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നാണ് ഇവിടെ കോമൺ ടോയ്ലറ്റ്. ഈ ടോയ്ലറ്റിന്റെ ഡോർ നമ്മൾ FRPയുടെ ഡോറാണ്, ഫൈബർ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഫിനിഷിൽ തന്നെയുള്ള വുഡൻ ഫിനിഷ് തന്നെയാണ് ഈ ഡോറിനുള്ളത്. ഇതിന്റെ ടോയ്ലറ്റിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫുൾ ഹൈറ്റില് ടൈലിംഗ് ചെയ്തിട്ടുണ്ട്. ഇലയുടെ ഒക്കെ ഒരു ഡിസൈൻ ഉള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. 4x2 ടൈൽസ് തന്നെയാണ്. ബോക്സി പോയിന്റിങ് കൊടുത്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോറും ഈ ഒരു പാറ്റേൺ, ഒരു ഹൈറ്റിലുള്ള ടൈൽസും ആ സെയിം ഗ്രേ ഫിനിഷ് തന്നെയാണ്. അതിന്റെ മുകളിലേക്ക് ഒരു ലൈറ്റ് ഷെയ്ഡിലുള്ള ടൈൽസ് ആണ് ടോപ്പിൽ 2 ലെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെന്റർ ഭാഗത്താണ് ഹൈലൈറ്റർ ചെയ്തുകൊണ്ട് ആ ഒരു ഫിനിഷിലുള്ള ടൈൽസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വോൾ മിക്സർ, ക്ലോസറ്റ്, അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ടോപ്പ് വാഷ് ബേസ്. നമുക്ക് മിനിമം സ്പേസിലായതുകൊണ്ട് തന്നെ
ഒരു സ്മോൾ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കൗണ്ടർ ടോപ്പും ചെറിയൊരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഈ ടോയ്ലറ്റ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഡൈനിങ് റൂമിനോട് ചേർന്നാണ് ഇവിടെ മൂന്നാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത്. ഇതും സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും വേറൊരു പാറ്റേണിലുള്ള ഡോറാണ്. ഫിനിഷിങ് ആ ഒരു വുഡൻ ഫിനിഷിൽ തന്നെയുള്ള പെയിന്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു 3 പാളി വിൻഡോ ഈ സൈഡ് ഉണ്ട്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാർഡ്രോബിനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു ബെഡ് കൊടുത്തിട്ടുണ്ട്. ഇതും 4x2 ടൈൽസ് ആണ് ഇട്ടിരിക്കുന്നത്. ആ സെയിം മറ്റ് 2 ബെഡ്റൂമിൽ ഇട്ടിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഇങ്ങോട്ടും കൊടുത്തിരിക്കുന്നത്. ഇതിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. ഈ ഒരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഡോർ ഫൈബർ ഡോർ തന്നെയാണ്. ഇത് വേറൊരു പാറ്റേൺ ആണെന്നുള്ളൂ. ഒരു ഗ്ലാസ്, ഒരു മിററിന്റെ ഒക്കെ ഒരു പാറ്റേൺ ഒക്കെ കൊടുത്തുള്ള ഫൈബർ ഡോർ ആണ് ടോയ്ലറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വേറൊരു കളർ ടോണിലുള്ള ടൈൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഫുൾ ഹൈറ്റിൽ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. ആഷ് കളർ ടൈൽസ് ആണ് ഇതിന്റെ ബോട്ടത്തിൽ വന്നിരിക്കുന്നത്. മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു ഡിസൈൻ ടൈപ്പ് ഹൈലൈറ്റർ വന്നിട്ടുണ്ട്. മുകളിലേക്ക് അതിന്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് 2 ടൈല് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഒരു 10 ഫീറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് 2 ഫീറ്റിന്റെ തന്നെ ടൈൽസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫുൾ ഹൈറ്റിൽ നമുക്ക് മേളിൽ വരുമ്പോഴത്തേക്ക് ഒരു 5 ലെയർ വരുമ്പോൾ ഫുൾ ഹൈറ്റ് വരുന്ന രീതിയിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. വെന്റിലേഷൻ ഇതെല്ലാം സ്റ്റീൽ തന്നെയാണ് വെന്റിലേഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ ക്ലോസറ്റ്, വാഷ് ബേസിന്, വാൾ മിക്സർ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കോർണർ ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് കൗണ്ടർ ടോപ്പ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മിനിമം സ്പേസ് ആയതുകൊണ്ട് ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലേക്കുള്ള ഡോറാണിത്. കിച്ചണിൽ ഈ FRPയുടെ ഡോർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു വുഡൻ ഫിനിഷിൽ തന്നെയുള്ള ഡോറാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കിച്ചണിൽ മാത്രം നമ്മൾ വേറൊരു പാറ്റേണിലുള്ള ഫ്ലോർ ടൈലാണ്, ഒരു വുഡൻ ഫിനിഷിലുള്ള ഫ്ലോർ ടൈലാണ്. സൈസ് 4x2 സൈസിൽ തന്നെയുള്ളതാണ്. ഇവിടെ കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. ഇതെല്ലാം അലൂമിനിയം ഷീറ്റ്, PV പാനലിംഗ് ഷീറ്റിലുള്ള ബോർഡാണ് കൊടുത്തിരിക്കുന്നത് അലൂമിനിയം ഫ്രെയിമിൽ. മിനിമം ബഡ്ജറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോ ഒരു റിബൺ വിൻഡോ ആണ്, ലെങ്തി ആയിട്ടുള്ള ഒരു വിൻഡോ ആണ് ഈ കിച്ചണിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള വിൻഡോസ് ആണ് കൊടുക്കുന്നത്. കൂടുതൽ ലൈറ്റും ഒരു വിഷനും ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇതേപോലെയുള്ള വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിൽ വാഷ് ബേസിൻ വരുന്ന, ഇവിടെ സിങ്ക് വരുന്ന ഭാഗത്ത് നോർമൽ രീതിയിലുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സിംഗിൾ ബോൾ ആയിട്ടുള്ള ഒരു വലിയ സിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിങ്ക് ടാപ്പ് ഇത് മേളിലും കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇത്. നമ്മൾ സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഡോറുകളും, ബെഡ്റൂമിന്റെ ഡോറുകളും സ്റ്റീൽ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വേറൊരു പാറ്റേൺ ആണ്, എന്നാൽ വേറൊരു ഫിനിഷിലുള്ള ആ ഒരു ഗ്രെയിൻസ് ഒക്കെ ഉള്ള സ്റ്റീൽ ഡോർ ആണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഈ വീടിന്റെ ടെറസിലേക്ക് കയറാനായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ലാഡറാണ്. ഇവിടുന്ന് ഫുള്ള് മേളിലേക്ക്, അകത്തൂടെ നമുക്ക് സ്റ്റെയർ കേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഫുള്ള് സെറ്റ് ചെയ്തിട്ട് മേളിലേക്ക് കയറുന്ന രീതിയിലാണ് ഈ ലാഡർ കൊടുത്തിരിക്കുന്നത്. മേളിൽ വാട്ടർ ടാങ്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം സെൽഫ് ക്ലീനിങ് ടൈപ്പിലുള്ള വാട്ടർ ടാങ്കാണ്. അതിന്റെ സ്റ്റാൻഡ് വെച്ചിട്ട് അത് ഉറപ്പിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ആക്സസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വീടിന്റെ ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇൻസൈഡും ഔട്ട് സൈഡുമായിട്ടുള്ള കാര്യങ്ങൾ ഫുള്ളായിട്ട് കണ്ടു. അപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നവരെ സംബന്ധിച്ചും വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ഡ്രോയിങ്, 2D 3D ഡ്രോയിങ്, ബിൽഡിംഗ് പെർമിറ്റ്, അതുപോലെ വീടിന്റെ തുടക്കം തൊട്ട് ഫിനിഷിംഗ് വരെയുള്ള ഫുള്ള് വിത്ത് മെറ്റീരിയൽ അടക്കമുള്ള മൊത്തം വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ മൊത്തത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.